മക്കളെ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ ന്യൂറോൺ അല്ലെങ്കിൽ നാഡീകോശത്തിലൂടെ എങ്ങനെയാണ് ഇമ്പൾസസ് അല്ലെങ്കിൽ ആവേഗങ്ങൾ ജനറേറ്റഡ് ആവുന്നത്, അതെങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനുമാണ്. ആൻഡ് കുറേ പേർക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ അത് ക്ലിയർ ചെയ്യുന്നതാക്കും. അതായത് കണ്ടക്ഷൻ ഓഫ് നെർവ് ഇമ്പൾസ്. അപ്പോൾ എന്താണ് ഈ സിലിണ്ടർ പോലെ മിസ് വരച്ച് വെച്ചിരിക്കുന്നത്? അത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ ന്യൂറോണിൻ്റെ ഈ ഡെൻഡ്രൈറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, തൊട്ടടുത്തുള്ള ന്യൂറോണിൽ നിന്ന് എന്ത് ചെയ്യും, നമ്മൾ സ്റ്റിമുലസിനെ വാങ്ങിക്കുന്നത്. എന്നിട്ട് അതിന് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഡെൻഡ്രോൺ വഴി സെൽ ബോഡിയിലേക്ക് എത്തും. ഈ സെൽ ബോഡിയിൽ എത്തിയ ഈ ഒരു സ്റ്റിമുലസ് അല്ലെങ്കിൽ ഉദ്ദീപനം നേരെ എങ്ങോട്ടേക്ക് കിടക്കും, നമ്മളുടേതാ ഇവിടെ നിന്നൊക്കെ വന്നിട്ട് നേരെ നമ്മളുടെ ആക്സോണിനകത്തേക്ക് കിടക്കും. അപ്പോൾ ആക്സോണിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റിമുലസ് എന്തായിട്ട് മാറണം, ഇമ്പൾസായിട്ട് മാറണം. ഈ ഇമ്പൾസ് ഇതിലൂടെ ഇങ്ങനെ പോയി അവസാനം നമ്മുടെ സിനാപ്റ്റിക് നോബിലെത്തണം. അപ്പോൾ ആക്സോണിലൂടെ എങ്ങനെയാണ് ഈ ഒരു ഇമ്പൾസ് ജനറേറ്റഡ് ആകുന്നത്, അതെങ്ങനെയാണ് കണ്ടക്ഷൻ നടക്കുന്നത്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വൈറ്റ് കളറിൽ കാണുന്ന ആക്സോൺ ഇല്ലേ മക്കളെ, ഈ ഒരു സാധനം, ഇതാണ് നമ്മളുടെ ആക്സോൺ. അപ്പോൾ ഈ ആക്സോണിലൂടെ ഇമ്പൾസ് എങ്ങനെ ജനറേറ്റഡ് ആവുന്നു അത് നമുക്ക് നോക്കാം. അപ്പോൾ ആക്സോണിന് നമ്മളുടെ ന്യൂറോണിനൊരു പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. യെസ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ന്യൂറോണിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഇത് ആക്സോണാണ് കേട്ടോ, ഇത് ആക്സോണാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് സമാധാനത്തിന് മിസ് വേണമെങ്കിൽ ഡെൻഡ്രൈറ്റ് കൂടെ വരയ്ക്കാം. നമ്മുടെ സെൽ ബോഡി. ഓക്കെ, സെൽ ബോഡി. അപ്പോൾ ഈ സെൽ ബോഡിയിൽ നിന്ന് ഇമ്പൾസ് സ്റ്റിമുലസ് ഇതിലേ പോകുകയാണ്. അപ്പോൾ സാധാരണ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മളുടെ ആക്സോണിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ, ഇതാണ് നമ്മളുടെ ആക്സോണിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ. ഓക്കെ, അപ്പോൾ ഈ പ്ലാസ്മ മെംബ്രെയിൻ്റെ രണ്ട് സൈഡിലും ചാർജ് ഉണ്ടാവും. ഓക്കെ, പുറത്ത് എന്തായിരിക്കും, പോസിറ്റീവ് ചാർജ് ആയിരിക്കും. പുറമേ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജും, ഇതിൻ്റെ ത്രൂ ഔട്ട് ഇങ്ങനെ പോസിറ്റീവ് ചാർജ് ആയിരിക്കും. പുറത്ത് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. അപ്പോൾ ഉള്ളിൽ എന്തായിരിക്കും, പുറത്ത് പോസിറ്റീവ് ആണെങ്കിൽ ഉള്ളിൽ നെഗറ്റീവ്, ഉള്ളിൽ എന്താണ്, നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പുറത്ത് പോസിറ്റീവ് ചാർജും ഉള്ളിൽ നെഗറ്റീവ് ചാർജും? ഇതിന് കാരണം ചില അയോണുകളുടെ ഡിസ്ട്രിബ്യൂഷനിലുള്ള ഡിഫറൻസ് ആണ്. ഓക്കെ, ഡിഫറൻസ് ഇൻ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർട്ടൻ അയോൺസ്, ഡിഫറൻസ് ഇൻ ദി distribution of certain ions. ചില അയോണുകളുടെ വിന്യാസത്തിലുള്ള വ്യത്യാസം. ചില പോസിറ്റീവ് അയോൺസ് ചിലപ്പോൾ ഇവിടെ കൂടുതലായിരിക്കും, ഇവിടെ കുറവായിരിക്കും. അപ്പോൾ പോസിറ്റീവ് അയോൺസ് കൂടുതലുള്ള ഭാഗം പോസിറ്റീവ് ആയിരിക്കും, പോസിറ്റീവ് അയോൺസ് ഇല്ലാത്തത് കൊണ്ട് ഉള്ളിൽ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, സോ അയോണുകളുടെ വിന്യാസത്തിലുള്ള വ്യത്യാസം, അയോണുകളുടെ വിന്യാസത്തിലുള്ള വ്യത്യാസം, അതാണ് ഇങ്ങനെ പുറമേ പോസിറ്റീവും ഉള്ളിൽ നെഗറ്റീവും ആകാൻ കാരണം. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ, വിന്യാസത്തിലുള്ള വ്യത്യാസമാണ്. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്, ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുട്ടിയൊക്കെ എഴുതാൻ കിട്ടണം. ഓക്കെ, ഇനി എന്താണ് സംഭവിക്കുന്നത്, അപ്പോൾ ഇവിടേക്ക് ഒരു സ്റ്റിമുലസ് വരികയാണ്. ഓക്കെ, ഇതുവരെ ഇല്ലാത്ത ഒരാൾ ഇവിടേക്ക് വരികയാണ്. റെഡി? അപ്പോൾ നമ്മളൊരു സ്റ്റിമുലസ് ഇവിടെ വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, ഇവിടെ കുറച്ച് മാറ്റങ്ങൾ സംഭവിക്കും. ഈ അയോണുകളുടെ നേരത്തെ ഉള്ള വിന്യാസത്തിൽ നിന്ന് ഇവിടെ ഒരു മാറ്റം സംഭവിക്കും. അപ്പോൾ ഇതാണ് നമ്മളുടെ നോർമൽ കണ്ടീഷൻ. ഇവിടെ ഒരു സ്റ്റിമുലസ് അല്ലെങ്കിൽ ഉദ്ദീപനം വരുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. ഇത് സാധാരണ കണ്ടീഷനാണ്. ഈ ഒരു സാധാരണ കണ്ടീഷനുള്ള കാരണവും നമ്മൾ പറഞ്ഞു, എന്താണ്, ചില അയോണുകളുടെ വിന്യാസത്തിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ ഇവിടേക്കാണ് ഒരു സ്റ്റിമുലസ് വരുന്നത്. അപ്പോൾ നമുക്കിതിനിങ്ങനെ 3 ഭാഗങ്ങളായിട്ട് വേർതിരിക്കാം. ഓക്കെ, ഈ ഒരു ഭാഗത്തിന് മിസ് എ എന്ന് പറഞ്ഞു, ഈ ഭാഗത്തിന് ബി, ഈ ഭാഗത്തിന് സി. ഇപ്പം നമ്മുടെ എ എന്ന് പറയുന്ന ഭാഗത്തിലാണ് എന്ത് വന്നത്, ഉദ്ദീപനം അല്ലെ സ്റ്റിമുലസ് വന്നത്. ബിയും സിയും ഇവിടെ ഇരിപ്പുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പോൾ എ എന്ന് പറയുന്ന ഭാഗത്ത് സ്റ്റിമുലസ് വരുമ്പം നേരത്തെ ഉണ്ടായിരുന്ന അയോണുകളുടെ വിന്യാസം പോലെയല്ല, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അയോൺസ് ചേഞ്ച് ചെയ്യും. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അയോൺസ് ചേഞ്ച്, അതായത് അയോണുകളുടെ വിന്യാസത്തിൽ മാറ്റം വരും. അയോൺസ് ചേഞ്ച്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അയോൺസ് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും, ഉള്ളിൽ പോസിറ്റീവും പുറമേ നെഗറ്റീവും ആകും. ഉള്ളിൽ എന്തായി, പോസിറ്റീവായിട്ട് മാറി, പുറമേ എന്തായിട്ട് മാറി, നെഗറ്റീവായിട്ട് മാറി. ഓക്കെ, നിങ്ങൾക്ക് ആ കളർ കാണുന്നുണ്ടെന്നാണ് മിസ് വിചാരിക്കണേ. മിസ് വേറെ കളർ ഉപയോഗിക്കാം കേട്ടോ.
ഓക്കെ, ഉള്ളിൽ എന്തായിട്ട് മാറി മക്കളെ? പോസിറ്റീവായിട്ട് മാറി, പുറമേ എന്തായിട്ട് മാറി? നെഗറ്റീവായി. അപ്പോൾ ഇവിടെ ഒരു ഡിഫറൻസ് ഉണ്ടായി അല്ലേ? സാധാരണ ഉള്ളതിൽ നിന്നൊരു ഡിഫറൻസ് ഉണ്ടായി. ഈ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? ദിസ് ഡിഫറൻസ്, ഇതിനെയാണ് നമ്മൾ പറയുന്നത് ഇമ്പൾസ്. ദിസ് ഡിഫറൻസ് ഇൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഇസ് കോൾഡ് ഇമ്പൾസ്. ഇങ്ങനെ അയോണുകളുടെ വിന്യാസത്തിലുണ്ടായ വ്യത്യാസമാണ് നമ്മൾ എന്ത് പറയുന്നത്? നേരത്തെ ഉണ്ടായത് പോസിറ്റീവ് ആണല്ലേ, ഇവിടെ ഉണ്ടായത് പോസിറ്റീവ് ആണ് പുറത്ത്, പക്ഷേ ഇപ്പോൾ പുറത്ത് നെഗറ്റീവായി. ഉള്ളിൽ നേരത്തെ നെഗറ്റീവായിരുന്നു, ഇവിടെ അത് പോസിറ്റീവായി. അപ്പം ഈ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ ഇമ്പൾസ് അല്ലെങ്കിൽ ആവേഗം എന്നൊക്കെ പറയാം. പ്രശ്നം പക്ഷെ അതല്ല, ഇവിടെ ഒരാൾക്ക് ഉള്ളിൽ പോസിറ്റീവും പുറമേ നെഗറ്റീവ് ആയപ്പോൾ തൊട്ടടുത്തുള്ള ആൾ പറയും എനിക്കും വേണം അതുപോലെ. അപ്പം ഈ പോസിറ്റീവ് ചാർജ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകും. ഉണ്ടോ, ഇവിടെ ഉള്ളിൽ എന്താണ്? നെഗറ്റീവ് അല്ലേ. ഇവിടുത്തെ ഉള്ളിൽ ഇങ്ങനെ നെഗറ്റീവായിട്ട് ഇവരിങ്ങനെ കട്ട നെഗറ്റീവ് അടിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? തൊട്ടടുത്ത് നിന്ന് പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ടേക്ക് പോകും. അപ്പോഴെന്താ സംഭവിക്കുക? ഇവിടെ ഉള്ളിൽ പോസിറ്റീവ് ചാർജ് ആകും. ഇതാ ഉള്ളിൽ ഇവിടെ പോസിറ്റീവ് ചാർജ്, ഉള്ളിൽ പോസിറ്റീവായി, ഇവിടെ നെഗറ്റീവായി. അതായത് ബി എന്ന് പറയുന്ന ഭാഗത്ത് ഇപ്പം എന്തെത്തി? നമ്മുടെ ഇമ്പൾസ് അല്ലെങ്കിൽ ആവേഗം എത്തി. അപ്പോൾ എന്ത് ചെയ്യും? തൊട്ടടുത്ത ഭാഗം പറയും എനിക്കും വേണം അതുപോലെ. അപ്പോൾ ഇവർ ഈ പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ടേക്ക് പോകും. അപ്പോൾ എന്താ പറ്റുക? നമ്മുടെ ഇമ്പൾസ് ഇപ്പോൾ എവിടെ എത്തും? സി എന്ന് പറയുന്ന ഭാഗത്ത് എത്തുന്നു. നമ്മുടെ ഇമ്പൾസ് ഇപ്പോൾ എവിടെ എത്തും? ഇതാ നോക്കിക്കോട്ടോ, ഇവിടെയൊക്കെ സാധാരണ പോലെയാകും. ഇപ്പോൾ ഇമ്പൾസ് നമ്മുടെ സി എന്ന് പറയുന്ന ഭാഗത്തെത്തും. ഇമ്പൾസ് നൗ അറ്റ് സി. അപ്പം എ എന്ന് പറയുന്ന ഭാഗത്ത് ഉണ്ടായ ഉദ്ദീപനം അല്ലെങ്കിൽ എ എന്ന് പറയുന്ന ഭാഗത്തുണ്ടായ ഈ ഒരു ഇമ്പൾസ് ആദ്യം ബിയിലെത്തി, പിന്നെ അത് സിയിലെത്തി. എങ്ങനെയാണ്? ഒരു ഭാഗത്തൊരു ചേഞ്ച് ഉണ്ടാകുമ്പോൾ തൊട്ടടുത്ത ഭാഗം പറയും എനിക്കും വേണം അതുപോലെ. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവർ പറയും എനിക്കും വേണം അതുപോലെ. അങ്ങനെ 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 എന്ത് ചെയ്യും? നമ്മളുടെ ആക്സോണിലൂടെ ഇമ്പൾസസ് കണ്ടക്ഷൻ നടക്കും. അപ്പോൾ ആദ്യം ഇതിന് കാരണമായത് എന്താണ്? ഒരു സ്റ്റിമുലസ് അല്ലെങ്കിൽ ഉദ്ദീപനം വന്നപ്പം ചാർജുകളുടെ വിന്യാസത്തിൽ മാറ്റം വന്നു. ഈ മാറ്റം തൊട്ടടുത്ത ഭാഗത്തിന് അതേപോലെ ഒരു മാറ്റം ഉണ്ടാവാൻ ഉദ്ദീപിപ്പിക്കും, സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ ആ ഭാഗത്ത് ആ ചേഞ്ച് എത്തും. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത ആൾ പറയും എനിക്കും വേണം അതുപോലെ. അപ്പോൾ അതവിടെ എത്തും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളുടെ ഒരു ഇമ്പൾസിൻ്റെ ജനറേഷൻ, കണ്ടക്ഷൻ ഓഫ് ഇമ്പൾസ് ആൻഡ് നമ്മളുടെ ന്യൂറോണിലൂടെ അത് നടക്കുന്നത്. ക്ലിയർ ആയില്ലേ മക്കളെ? ആ ഒരു ഡയഗ്രാമാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ തന്നത്. ഇത് നോർമൽ സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ പുറത്ത് പോസിറ്റീവും ഉള്ളിൽ നെഗറ്റീവും ആണ്. പക്ഷേ ഇവിടേക്കൊരു സ്റ്റിമുലസ് വരുന്ന സമയത്ത് എന്താ സംഭവിച്ചത്? ഇവിടെ കണ്ടോ, മാറ്റം വന്നു. ഉള്ളിൽ പോസിറ്റീവും പുറമേ നെഗറ്റീവായി. അപ്പോൾ തൊട്ടടുത്തുള്ള ഭാഗം പറയും എനിക്കും വേണം അതുപോലെ. അപ്പോൾ അത് അടുത്ത ഭാഗത്തെത്തി. അങ്ങനെ 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 ഇതെന്ത് ചെയ്യും? നമ്മളുടെ ന്യൂറോണിലൂടെ കണ്ടക്ഷൻ നടക്കും. ഓക്കെ, മിസ് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നിങ്ങൾക്ക് അത് ഒന്നുകൂടി മിസ് ലൈവായിട്ട് വരച്ച് കാണിച്ചു തരാം. ഇതൊരു ന്യൂറോണിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ ആണെങ്കിൽ സാധാരണ പുറത്ത് എന്താണ്? പോസിറ്റീവ് ചാർജാണ്, ഉള്ളിൽ നെഗറ്റീവ് ചാർജാണ്. ഇങ്ങനെയാണ് സാധാരണ അവസ്ഥയിൽ ഉണ്ടാവുക. പുറത്ത് പോസിറ്റീവും ഉള്ളിൽ നെഗറ്റീവുമാണ്. പക്ഷേ ഇവിടേക്കൊരു സ്റ്റിമുലസ് വരുന്ന സമയത്ത് എന്തുണ്ടാകും? അയോണുകളുടെ വിന്യാസത്തിൽ മാറ്റം വരും. വിന്യാസത്തിൽ മാറ്റം വരുന്നു എന്ന് പറയുമ്പം ഇവിടെ സ്റ്റിമുലസ് എത്തിയാൽ ആ ഭാഗത്ത് നേരത്തെ എന്താണ് ഉണ്ടായിരുന്നത്? നേരത്തെ ഉണ്ടായതിൽ നിന്ന് മാറ്റം വരും. അതായത് ഇവിടെ ഉള്ളിൽ പോസിറ്റീവും പുറമേ എന്തായിട്ട് മാറും? ഉള്ളിൽ പോസിറ്റീവും പുറമേ നെഗറ്റീവും ആയിട്ട് മാറും. ഇങ്ങനെ മാറ്റം വരാൻ കാരണം എന്താണ്? ഇവിടെ നമ്മളുടെ ആരെത്തിയത് കൊണ്ടാണ്? നമ്മളുടെ ആ ഒരു ഇമ്പൾസസ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റിമുലസ് എത്തിയത് കൊണ്ടാണ്. ബാക്കി എല്ലാ സ്ഥലത്തും സെയിം ആണ്. അപ്പോൾ തൊട്ടടുത്തുള്ള ആൾ എന്താ പറയുക? എനിക്കും അതുപോലെ വേണം, എനിക്കും അതുപോലെ വേണം എന്ന് പറഞ്ഞാൽ ഫുൾ കരച്ചിലായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു ചേഞ്ച് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? ദ പോസിറ്റീവ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. അപ്പോൾ എന്താ പറ്റുക? തൊട്ടടുത്തുള്ള ആൾ അതേപോലെ ആകും. അപ്പോൾ ബി എന്ന് പറയുന്ന ഭാഗത്ത് നമ്മളുടെ സംഭവം എത്തും. അതായത് ഉള്ളിൽ ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും ആകും. ബാക്കിയുള്ള ഭാഗം സാധാരണ പോലെ. ഇത് സാധാരണയായി, ഇവിടെ സാധാരണ. ഇനി എന്ത് സംഭവിക്കും? ഈ പോസിറ്റീവ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. അപ്പോൾ അത് സി എന്ന് പറയുന്ന ഭാഗത്തെത്തും. അങ്ങനെയാണ് ന്യൂറോണിലൂടെ നമ്മളുടെ ഇമ്പൾസസിൻ്റെ കണ്ടക്ഷൻ. ക്ലിയർ ആയില്ലേ? ബേസിക് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ചാർജ് ഡിഫറൻസ് ഉണ്ടാവാൻ കാരണം ചില അയോണുകളുടെ ഡിഫറൻസിലുള്ള ഡിസ്ട്രിബ്യൂഷനിലുള്ള ഡിഫറൻസ് ആണ്. സ്റ്റിമുലസ് വരുമ്പോൾ അത് മാറും. അപ്പോൾ പോസിറ്റീവും നെഗറ്റീവും ഓപ്പോസിറ്റ് ആവും. അത് പിന്നെ ഇതിലൂടെ ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. ക്ലിയർ?